അപ്പൊ ഇന്ന് ഡേ 2 ഞങ്ങളിപ്പോ ഉള്ളത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. നമുക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടു അല്ലെ ഈ ടൗണും കാര്യങ്ങൾ. നല്ലൊരു വൈബ് ടൗൺ ആണ്. എസ്പെഷ്യലി ഇവിടുത്തെ ബിൽഡിങ്സ് നല്ല രസമാണ്. ഇപ്പൊ ഇന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നമുക്കിവിടെ ചെയ്യാനുണ്ട്. വേമോ കാർ ഉണ്ടല്ലോ, ഒരു റോബോട്ട് പോലെ പോകുന്ന, ആരും ആളുണ്ടാവില്ല അങ്ങനെ പോകുന്ന ഒരു കാർ. അതൊക്കെ ടൈം കിട്ടിയാൽ ഞങ്ങൾ ഇന്ന് ചെയ്യും. പിന്നെ കേബിൾ കാർ ട്രൈ ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഇന്നത്തെ പ്ലാൻ? സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസസ് ആണ്. ഇന്ന് വന്നിട്ട് ഈവനിങ് വി ആർ ഫ്ലൈയിങ് ബാക്ക് ടു LA ടു മീറ്റ് അതർ കപ്പിൾ ഓഫ് ഫ്രണ്ട്സ്. അതെ, സോ നിങ്ങൾ ഇതുവരെ ഈ വ്ളോഗിൽ കണ്ട കുട്ടികള് അവര് വേറെ വഴിക്ക് പോയി. ഞങ്ങള് ഇനി അടുത്ത ടീം വരുന്നുണ്ട്. സോ അവരെ മീറ്റ് ചെയ്യാനായിട്ട് LA പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരോ സ്ഥലങ്ങളിലാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ അവിടുന്നൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഇന്ന് നൈറ്റ് എല്ലാരും കൂടെ കൂടും. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഈവനിങ് ആണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നത്. അപ്പൊ അതിന് മുന്നേ SF നമ്മൾ കാണാനുള്ളതൊക്കെ മാക്സിമം കവർ ചെയ്യണം. 2 days ഫ്രൈഡേയില് 4th of July ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ദ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് അമേരിക്ക. സോ അപ്പൊ നല്ല ക്രൗഡഡ് ആയിരിക്കും, തിരക്കായിരിക്കും. അപ്പൊ അതിന് മുമ്പേ അവിടെ LA എത്തിച്ചേർന്ന പിന്നെ ബാക്കി അവിടെ എത്തിയിട്ട് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാണ് ഇന്നലെ ഞങ്ങള് അവിടെ മൈലാപ്പൂർ അവിടെ നിന്ന് തന്നെ ദോശ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കൂടുതൽ റിവ്യൂ ഒന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് പറയാൻ പറ്റിയില്ല. ബട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് അവിടെ കിട്ടാത്തതുകൊണ്ടേ. ഇപ്പൊ ഇന്നും ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടുന്ന് കഴിച്ചിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. നല്ല വയറൊക്കെ ഫുള്ളായി, മനസ്സൊക്കെ നിറഞ്ഞില്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് US-ലാണ് അല്ലെങ്കിൽ സാനോസയിലാണ് അല്ലെങ്കിൽ ഇനി വരാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും just comment below എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. because I think this is a franchisee and it's in a couple of places, so if you guys are checking out and then for our foreign viewers, Mylapore is one of the must go, especially for breakfast. If you are into Indian food, നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. ഇന്ന് അഗൈൻ ഞങ്ങള് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാൻ പോകുന്നുണ്ട്. നല്ല കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുക്കണം. കാരണം ഞങ്ങൾ പോകുന്നത് വേറൊരു വ്യൂ പോയിന്റിലാണ്. ഇന്നലെ പോയ സെയിം വ്യൂ പോയിന്റ് അല്ല. സോ ഇവിടെ നിറയെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. സോ എന്തായാലും എങ്ങനെയൊക്കെയാ വരുന്നത് എന്നൊക്കെ നോക്കാം. അജിക്ക് ഇന്നലെ കിട്ടില്ല പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം. അതിനിടക്ക് എന്നെ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് എന്നെയാണ്, ഞാനാണെന്ന് മെയിൻ ടാ. സോ ഐ ലൈക്ക് ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രിഡ്ജസ് ഒക്കെ വന്നിട്ട് ഞാൻ ബിഫോർ അവർ മാരേജ് ഞാൻ വന്നിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ന്യൂയോർക്ക് പോയിട്ടുണ്ട്. അപ്പൊ ന്യൂയോർക്കിൽ ഡംബോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ മേ ബി ആ ഒരു പിക്ചറും കൂടെ സാധനം ഇട്ട് നോക്കും. അപ്പോൾ സി. സോ അത് വന്നിട്ട് മാൻഹാട്ടൻ ബ്രിഡ്ജിന്റെ ആണ്. സോ ഇപ്പൊ ആ ഒരു പിക്ചറും പിന്നെ എനിക്ക് ഈ ഒരു പിക്ചർ എടുക്കണം എന്നുള്ള ഒരു ഭയങ്കര പീക്ക് ഇൻട്രസ്റ്റ് ആണ്. അതെ, അപ്പൊ ഇനി ഇവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ കാണാം. ന്യൂ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യും. ഇനി ചെയ്തിടണം എന്ന് പറഞ്ഞിട്ട് കുറെ പിക്ചർ എടുക്കുന്നുണ്ട്. സോ ഞാൻ എന്റെ ഫോട്ടോഗ്രാഫി സ്കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് നല്ല തണുപ്പാണ് കേട്ടോ. അതെ, ഒരു രക്ഷയില്ല. നല്ല കാറ്റുണ്ട്. മാർഷൽസ് ബ്യൂട്ടിഫുൾ വ്യൂ. ബീച്ചിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇറ്റ്സ് റിയലി നൈസ്. പക്ഷെ കാറ്റില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. നോർമലി എനിക്ക് ഇതൊക്കെ എൻജോയ് നടക്കണം എന്നാണ് ആഗ്രഹം. ബട്ട് ഡ്യൂ ടു ദ ടൈം ക്രഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അടുത്തടുത്ത സ്ഥലങ്ങൾ പോകണം. അതുകൊണ്ട് തണുത്തിട്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഈ കാറ്റും കൂടെ അടിക്കുമ്പോണ്ടല്ലോ എന്റെ മുന്നാളിയാ സന ഇനി ഹാഫ് എ മൈൽ തിരിച്ച് ഇതേനൊക്കെ കേറി വരണം കേട്ടോ. ഇത് കേറി വരുന്നതാണ് ഇനി കഷ്ടം. ഇതിപ്പോ നമ്മളെ ഒരു സ്റ്റെയർ ആണ്. ഇവിടെ മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് സ്റ്റെയർ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഇറങ്ങി പോവാ. വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ അത് ബീച്ചാണ് അല്ലേ? ബീച്ച്. സോ നമ്മള് ഇങ്ങനെ ഇറങ്ങി പോണോ ഈ വഴി കൂടെ. യെസ്, അപ്പൊ നമുക്ക് ഇറങ്ങാം. അടിപൊളി. What do you feel? Amazing. Called ഒരു cameo and then this view is just unparalleled. ആരുമില്ല കേട്ടോ. So that makes it more special. ഞാനും അജിയും മാത്രം ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവില് ഈ കാണുന്നതാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. Awesome.
ദെൻ ലെറ്റ്സ് ലീവ്. ഇപ്പൊ ഞങ്ങൾ 10 മിനിറ്റിനകത്ത് കാറിലെത്തണം. ഇന്ന് ഫുൾ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് ഓരോരോ സമയത്തിന് ഞങ്ങൾ ഇവിടെ ഓരോരോ സ്പോട്ടിലേക്ക് ലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആക്ച്വലി ആ ബീച്ചിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു ബീച്ച് ഉണ്ട്. ഇതില് ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഞാനും അജിയും മാത്രമേ ഉള്ളൂ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടില്. അതൊരു വലിയ ലക്കാണല്ലേ കിട്ടിയത് പോലെ. ഇനി ഫോർ ഷുവർ സാൻ ഫ്രാനിൽ വന്നാൽ ഇവിടെ എന്തായാലും അവിടെ നോക്കി ഒരു സൺസെറ്റ് ടൈമിലൊക്കെ ഈ ബീച്ച് സൈഡിൽ വന്നിരുന്ന അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞ കണക്ക് കാളിന്റെ ക്യാമിയോ നല്ല രീതിയിൽ കാണാം. സോ അവിടെ കാണുന്ന ആ ഫോഗ് ആണ് കാൾ. The fog is making a cameo today. Super excited but nice. But it's really beautiful അല്ലേ? അങ്ങനെ നമ്മള് ആ ഫോട്ടോ സ്പോട്ട് കഴിഞ്ഞ് തിരിച്ച് ഹൈക്ക് ചെയ്ത് ബാക്കിൽ പോവുകയാണ്. കറക്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ആവാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അടുത്ത ആൾക്കാരൊക്കെ നിങ്ങൾ പോണ കാണുന്ന ബാക്കിൽ. ഇറ്റ് വാസ് എ റിയലി മെമ്മറബിൾ മൊമെന്റ് ഫോർ us. But yeah, definitely coming back. SF ഇനിയും വരുന്നതാണ്. വന്നിട്ട് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സ്പോട്ടുകളൊക്കെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്ത് സ്റ്റേ ചെയ്ത് പർച്ചേസ് എടുക്കാം. നിൽക്കണം. If we had a flight which was not maybe a little later time, അതൊന്നും നന്നായിരുന്നു. But unfortunately our flight leaves in the evening. Bye bye. We'll miss you. അങ്ങനെ നമ്മുടെ അടുത്ത അഡ്വെഞ്ചറിന് വേണ്ടി നമ്മൾ പോവാൻ പോണത് വെയ്മോയിലാണ്. ആൻഡ് ഐ തിങ്ക് അവർ വെയ്മോ ഇസ് കമ്മിങ് റൈഡ് അപ്പ് ടു അസ്. വെയ്മോ വന്നിട്ട് ഫുള്ളി ഓട്ടോണമസ് ക്യാബ്സ് ആണ്. സോ ജാഗ്വാർ ആണ് പ്രിഡോമിനൻ്റ്ലി മെയിൻ. സോ എനിക്ക് തോന്നുന്നു ഇവ റൈറ്റ് എടുക്കുന്ന കണ്ട അതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ വെയ്മോ. അപ്പോൾ അവിടെ പോവുകയാണ്. സോ നമ്മുടെ ഫുള്ളി ഓട്ടോണമസ് വെയ്മോ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് കണ്ടില്ലേ, ഫുൾ സെൻസേഴ്സും ടെക്നോളജിയും ആണ്. സന നീ ബാക്കി പറയൂ, ഞാൻ അതിനെ വെയ്മോനെ ഓപ്പറേറ്റ് ചെയ്യട്ടെ. ഓക്കെ, അജിപ്പോ വെയ്മോനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഒരാൾ പോലും ഇല്ല അകത്ത്. ഓക്കെ സോ ഡ്രൈവർ ഇല്ലാത്തൊരു കാറിൽ നമ്മൾ കേറുകയാണ്. ഇവിടെ ആണെങ്കിൽ നോക്കിക്കോളൂ, നമ്മൾ വെയ്മോയിലാണ്. ഡോർ അടച്ചാൽ ഇപ്പൊ തുടങ്ങും റൈഡ്. ഓക്കെ, സ്റ്റാർട്ട് റൈഡ് കൊടുക്കാൻ പോവാണ്. ചെറുക്കൻ ലോക്ക് ചെയ്ത്. As we get going, just give us 1 minute to cover a few riding tips. This experience may feel futuristic, but the need to buckle up is the same as always. സോ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടട്ടെ. ഓക്കെ, റെഡി. ബക്കിൾഡ് അപ്പ് ആയിട്ടുണ്ട്. നമ്മളപ്പോ ഇവിടെ കൊടുക്കണം എവരിവൺ ഈസ് ബക്കിൾഡ്. പാട്ടൊക്കെ ഇട്ട് പേടിയാവൊന്നുമില്ല എന്തോണം. നമ്മളിനി ജനറേഷനെ മാറിയില്ലേ, AI എറയില്. സോ ഫ്രണ്ടിൽ ഒരു കാർ നിൽക്കുന്നുണ്ട്. ചെറുക്കൊന്ന് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മളിതാ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് AI is going to be the future and this is one of the pioneers in it. ജാഗ്വാറിന്റെ കാറാണ്. ഫുൾ സെൻസേഴ്സ് ആണ് കേട്ടോ പുറത്ത്. ഇവിടെ അകത്ത് തന്നെ സെൻസേഴ്സ്, ക്യാമറ, റെക്കോർഡിംഗ് ആണ്. ഇതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ഹാവ് 24 hour കാൾ സപ്പോർട്ടാണ്. ഇതിൽ തന്നെ നിങ്ങൾ വിളിച്ചാൽ അത് എന്തെങ്കിലും ആയാൽ. സോ യാ, വി ആർ എക്സൈറ്റഡ്. ഞങ്ങളുടെ ഫ്രണ്ടില് അവിടെ ഒരു കാർ നിപ്പോണ്ട്. ആ കാർ മൂവ് ചെയ്യാൻ കേട്ടോ ഗൈസ്. ഇതാണ് ഫ്യൂച്ചർ. ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് കാർ ടു ബി മൂവ്. അവിടെ ഒരു കാർ നിൽക്കുന്നു. അപ്പൊ ആ കാർ പോവാൻ വേണ്ടി അവൻ നിൽക്കുകയാണ്. അവരാണെങ്കിൽ മൂവും ചെയ്യുന്നില്ല. അയാള് നമ്മളെ കാറ് അവര് നിർത്തിയിട്ട് ഫ്രണ്ടിൽ സ്റ്റെക്കാണ്. ക്രേസി. നമ്മള് ഇറങ്ങിയാണ്. സനമോൾ അങ്ങനെ ഇറങ്ങി വരുന്നത്. എല്ലായിടത്തും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. അങ്ങനെ നമ്മളെ ചെറുക്കനെ ബായ് പറ സന. AI ഫ്രണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത വെയ്മോ.
സോ യാ ഇറ്റ്സ് നോട്ട് ഗോയിങ് എനിവേർ അല്ലേ? അത് മിക്കവാറും നോക്കിയായിരിക്കും. പോയി. ബൈ ബൈ. അപ്പൊ നമുക്ക് സന അപ്പൊ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഡൗൺ ആയി. അടുത്ത എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് റൈറ്റ് ദെയർ. നമ്മൾ അടുത്തതിലായിരിക്കും അപ്പൊ പോണത്. ഇതുപോലെ ഇതിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ട്രീറ്റ് വന്നിട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ബിൽഡിങ്സ് ഒക്കെ അവർ മേക്ക് ചെയ്തേക്കുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു സ്റ്റീപ്പ് ഡൗൺ ക്ലൈനിലാണ് കയറാൻ പോണത്. സോ ദാറ്റ്സ് വാട്ട് മേക്സ് ഇറ്റ് എക്സൈറ്റിംഗ്. ഇങ്ങനെ സ്റ്റീപ്പിലേക്കാണ് പോണത്. കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ നമ്മൾ ഇവിടെ ഇരുന്ന് വേമോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്പോട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് വ്യൂ തന്നെ കാണാൻ പറ്റും. നോക്ക് ഇതിന്റെ അടുത്താരാ നോക്ക്. അങ്ങനെ ഞങ്ങൾ കയറാൻ പോകുന്ന റൈഡ് ഇതാ വരുന്നു. ഞാനിവിടെ വന്നിട്ട് നെൽപ്പല്ലാണ് പോകുന്നത്. എങ്ങനെയുണ്ട് സന? ഹൗസ് ഭയങ്കര സ്റ്റീപ്പ് നല്ല രസമുണ്ട്. ആഫ്റ്റർ എ ഹെക്റ്റിക് ഡേ ഞങ്ങളിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരോ സ്ഥലത്ത് നിന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു നൈറ്റ് പോയി. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നെ ഇന്ന് ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചത്. ഇന്ത്യൻ ഫുഡാണ് കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഗിഫ്റ്റ് ബൈ സുദർശൻ. ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ? താങ്ക് യു. അടിപൊളി സെലക്ഷൻ. കളർ രക്ഷയില്ല. മോർണിംഗില് കോഫി ബൈ സുദർശൻ. അതും ചുമ്മാ കോഫി അല്ല, ഫിൽട്ടർ കോഫി അല്ലേ? അങ്ങനെ നമ്മൾ അടുത്ത പോയത് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലാണ്. ഇത് വന്നിട്ട് കാലിഫോർണിയയിലെ വൺ ഓഫ് ദ ഫേമസ് സ്ട്രീറ്റ് ആണ്. നിങ്ങളൊക്കെ മോസ്റ്റ്ലി സിനിമയിലൊക്കെ കണ്ടു കാണും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ടോപ്പ് നോച്ച് മ്യൂസിഷ്യൻസ്, ആക്ടേഴ്സ്, ഫിൽം മേക്കേഴ്സ്, ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുടെ പേര് നക്ഷത്രത്തിൽ എഴുതി പതിപ്പിച്ച് ഉള്ളൊരു നല്ല സ്ട്രീറ്റാണ്. ഞങ്ങൾ മൈക്കിൾ ജാക്സൻ്റെയും സ്റ്റാർ കണ്ടിരുന്നു. സോ വി വർ സോ എക്സൈറ്റഡ് ടു വാക്ക് ദി സ്ട്രീറ്റ്. ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ LAയിലേക്ക് വരുന്ന നിങ്ങൾ കണ്ട, ഇന്ന് ഞങ്ങൾ ഇപ്പോൾ LAയിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചോക്ലേറ്റിന്റെ കടയാണ്. ഇത് വന്നിട്ട് നിങ്ങൾ ജിറഡലി എന്ന് പറഞ്ഞ ഒരു ഫേമസ് ബ്രാൻഡ് ഉണ്ട്. സോ ജിറഡലി ചോക്ലേറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആക്ച്വലി. അപ്പം ഷിക്കാഗോയിലാണ് ഇവൻ എനിക്ക് ഫസ്റ്റ് അയച്ചത് ഈ ചോക്ലേറ്റ് ആണ് ഇന്ത്യയിലേക്ക്. അപ്പം അതിൻ്റെ ഷിക്കാഗോയിലാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഇതുള്ളത്. ബട്ട് എല്ലായിടത്തും ഇതിൻ്റെ ഒരു ഇത് കാണാറുണ്ട് ഞങ്ങൾ. ബട്ട് ബേസിക്കലി ഇത് ഇരിക്കുന്ന സ്ട്രീറ്റ് വന്നിട്ട് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം ആണ്. സോ പോകുമ്പോഴത്തേക്ക് ഓരോരോ സ്റ്റാർസ്, ടോം ക്രൂസിൻ്റെ നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് വന്നിട്ട് ഇപ്പോൾ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഒരു വാക്കാണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് മിയ സുദർശൻ இருக்காங்க. எல்லாரும் இங்க கேங்கா இங்க இருக்காங்க. சுதர்ஷன், ஹாய் டாலி, ஜாஷ்னா, சிவா. സോ നമ്മ ഇപ്പൊ കടയിൽ പോയി, നമ്മളാണ് ടീം. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇന്ന് കറങ്ങുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ ആ ടീം. ഇപ്പൊ പോയിട്ട് ഒരു ചെറിയ ഡെസേർട്ട് എനിക്ക് കഴിക്കാന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വിശപ്പ്. അപ്പൊ കൂൾ ഡൗൺ ആക്കിയിട്ട്, സമ്മറും കൂടെ അല്ലേ, സമ്മർ എന്നല്ല ഹീറ്റ് വേവ് അല്ലേ. സോ അങ്ങനെ പോയിട്ട് നമുക്ക് പോയി ഫസ്റ്റ് ഓർഡർ ചെയ്യാം. വിശക്കുന്നു. ഇവിടുത്തെ മെനു. സോ വി ആർ ഗെറ്റിംഗ് Gold Rush, Treasure Island and Chocolate Lover. See the horror irukku. Cheers. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? Don't try. It's the proudest moment of my life. Thank you, Mom. Thank you, Dad. Thank you, bros.
അങ്ങനെ നമ്മൾ പിന്നെ കണ്ടിന്യൂയിങ് ദ ട്രഡീഷൻ ഓഫ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒരെണ്ണം മേടിച്ചു. ഒന്ന് വന്നിട്ട് ഹോളിവുഡ് ആൻഡ് അനദർ ഇസ് LA. പിന്നെ ഇത് വന്നിട്ട് ഐ എം ബൈയിങ് ദിസ് ഫോർ മൈ ബോസ്. Wait a minute, get it how you live it. 10 toes in when we standing on business. I'm a big stepper, underground methods. Got nachos, get the most, not the less. Straight terror, but I get your errors. Pushing culture, baby, got that powder you can measure. The one who get the weather. Swerving while I'm bumping, trying to catch up. Yeah, more than you. Standing with the big dogs. Fuck the laws, loyal with me, we ain't got a cow. Steadily on silent with the pilot, then the pillar loud. My barber got me looking for every single time. We know it at the floor, about to carry on. See, immortality's a fallacy, I prove them wrong. That's how the family. Welcome to Hollywood. Awesome guys. ഫോട്ടോ എടുക്കാം. നമ്മള് ഹോളിവുഡ് സൈനില് എത്തി. കുറെ ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുത്തല്ല സന? അതെ. അങ്ങനെ ഹോളിവുഡ് സൈനില് വേറൊരു സ്പോട്ടിലേക്ക് ഇതാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ട സ്പോട്ടിനേക്കാളും ബെറ്റർ ആണ്. എല്ലാരും അവിടെ നടന്നു വെക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ്. ടീംസ് Dolly, how was it? beautiful. One of the spots. ஆமா. അപ്പോൾ നീ അടുത്തത് வந்து going to watch sunset, probably some beach. Our tour guide Sudarshan is going to guide us, so let's see. സുദർശൻ அப்படி அந்த ഹോളിവുഡ് സൈൻ കാമി ഡ്രസ് ഇത് ആ വീഡിയോ എടുക്കാനായിട്ട് ഈ ഡ്രസ് അപ്പ് ചെയ്ത് ഹോളിവുഡ് Santa Monica Pier. ഓ എടുക്കട സന. ഈ സാന്റാ മോണിക്കയിൽ നിന്നുള്ള ഈ ഒരു സൺസെറ്റാണ് ഞങ്ങളുടെ ഈ വ്ളോഗിൻ്റെ എൻഡിങ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.